നമസ്കാരം. റേഡിയോ മുക്കം പ്രാദേശിക വാർത്തകൾ. അമ്പാടി കണ്ണന്മാർ നിറഞ്ഞാടി, നാടെങ്ങും ദൃശ്യവിസ്മയമൊരുക്കി മഹാശോഭായാത്ര. ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങൾ സന്ദർശിച്ച് പ്രിയങ്ക ഗാന്ധി. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CATU തിരുവമ്പാടി ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചു. ക്ഷേത്രവഴിയിൽ ചെളിമണ്ണിട്ടത് ചോദ്യം ചെയ്തു. പ്രസിഡന്റിനെ കത്തികൊണ്ട് മുറിവേൽപ്പിക്കാൻ ശ്രമം. മുക്കം ഐഡിയൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഗ്രന്ഥശാല ദിനാചരണം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് നാടെങ്ങും മഹാശോഭായാത്രകൾ അരങ്ങേറി. വീഥികൾ അമ്പാടിയാക്കി ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും നിറഞ്ഞാടി. മലയോര മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന ശോഭായാത്രയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് പേർ പങ്കാളികളായി. കണ്ണനൊപ്പം രാധയും തോഴിമാരും അണിചേർന്നു. നിശ്ചല ദൃശ്യങ്ങളും വാദ്യമേളങ്ങളും കൊണ്ട് മനോഹരമായ ശോഭായാത്ര നേരിൽ കാണാൻ പാതയോരങ്ങളിൽ നിരവധി പേർ കാത്തുനിന്നു. കലാപരിപാടികളും ഉറിയടിയും ഗോപികാ നൃത്തവും താളമേളങ്ങളും ശോഭായാത്രയുടെ ഭാഗമായി. മഴ മാറി നിന്നത് മാറ്റുകൂട്ടി. മിക്കയിടത്തും രാവിലെ മുതൽ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. ഉച്ചയോടെ ഉണ്ണിക്കണ്ണന്മാരും രാധയും തോഴിമാരും തയ്യാറായി കാത്തുനിന്നു. വൈകിട്ട് 5 മണിയോടെയാണ് ഘോഷയാത്രയ്ക്ക് തുടക്കമായത്. മുക്കം നഗരത്തിൽ ശോഭായാത്രകൾ ഒരുമിച്ച് മഹാശോഭായാത്രയായി സഞ്ചരിച്ചു. മുക്കം, മണാശ്ശേരി, വലിയപറമ്പ്, കെട്ടാങ്ങൽ, ഓമശ്ശേരി തുടങ്ങിയ മലയോരത്തെ മിക്ക ക്ഷേത്രങ്ങളിലും ശോഭായാത്ര നടന്നു. ഗ്രാമനഗരങ്ങൾ ഉൾപ്പെടെ പലയിടത്തും ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പോലീസും സന്നദ്ധ പ്രവർത്തകരും സുരക്ഷയൊരുക്കി. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിച്ച് പ്രിയങ്ക ഗാന്ധി MP. വെള്ളിയാഴ്ച ദുരന്തബാധിതരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രദേശം സന്ദർശിക്കണമെന്ന ആവശ്യത്തെ തുടർന്നാണ് ഇവിടെ എത്തിയത്. ഉരുൾപൊട്ടലിൽ ചൂരൽമല മാട്ടറക്കുന്നിൽ 2 ഏക്കറോളം കൃഷി നഷ്ടപ്പെട്ട അണ്ണയ്യൻ്റെ കൃഷിസ്ഥലവും സന്ദർശിച്ചു. തുടർന്ന് മുണ്ടക്കൈ മേഖലയിലും സന്ദർശനം നടത്തി. ബെയിലി പാലം തുറക്കാത്തതുകൊണ്ടുണ്ടാവുന്ന തൊഴിൽ നഷ്ടത്തെക്കുറിച്ച് പ്രദേശവാസികൾ പരാതിപ്പെട്ടു. അഡ്വക്കേറ്റ് T. സിദ്ദീഖ് MLA ഒപ്പമുണ്ടായിരുന്നു. മഴ കഴിഞ്ഞാൽ നിയന്ത്രണങ്ങളോടെ പ്രദേശവാസികൾക്ക് ബെയിലി പാലം തുറന്നു നൽകുമെന്ന് ജില്ലാ കലക്ടർ DR മേഘശ്രീ അറിയിച്ചു. ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് പ്രിയങ്ക ഗാന്ധി MP കളക്ടറുമായി കളക്ടറേറ്റിൽ നടന്ന ചർച്ചയിലാണ് ഇക്കാര്യം ഉറപ്പു നൽകിയത്. ഗുരുതരമായ പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് സംബന്ധിച്ച പരാതികളും പ്രിയങ്ക ഗാന്ധി MP ചർച്ചയിൽ ഉന്നയിച്ചു. MN കാരശ്ശേരിയുടെ വീട്ടിലും MP സന്ദർശനം നടത്തി. സഹകരണ തത്വങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ നിയമം മൂലം നിയന്ത്രിക്കണമെന്ന് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CATU തിരുവമ്പാടി ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മുക്കം ED അഗസ്റ്റിൻ നഗറിൽ നടന്ന സമ്മേളനം KCEU ജില്ലാ സെക്രട്ടറി MK ശശി ഉദ്ഘാടനം ചെയ്തു. KT വിനു അധ്യക്ഷനായി. സ്വാഗത സംഘം ചെയർമാൻ KT ശ്രീധരൻ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. ജനീഷ് PJ രക്തസാക്ഷി പ്രമേയവും റെജി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. പ്രദീപ്, വിജയകുമാർ, ഷിജു, ഷാജി ഡാലിയ, P. രാജൻ എന്നിവർ സംസാരിച്ചു. യാത്രയപ്പ് സമ്മേളനം CATU ഏരിയ സെക്രട്ടറി ജോണി എടശ്ശേരി ഉദ്ഘാടനം ചെയ്തു. അനുമോദന ചടങ്ങ് PT ബാബു നിർവഹിച്ചു. ഏരിയ സെക്രട്ടറി CT അബ്ദുൽ ഗഫൂർ പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന കമ്മിറ്റി അംഗം ഗിരീഷ് കുമാർ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സ്വാഗത സംഘം ചെയർമാൻ KT ശ്രീധരൻ സ്വാഗതവും കൺവീനർ S. ജയപ്രസാദ് നന്ദിയും പറഞ്ഞു. വലിയപറമ്പ് മാടക്കശ്ശേരി ശിവക്ഷേത്രം പ്രസിഡന്റും സന്നദ്ധ പ്രവർത്തകനുമായ ബാബു വെള്ളങ്ങളിൽ നേരെ ആക്രമണം. ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര കഴിഞ്ഞാണ് സംഭവം. ശോഭായാത്രയിൽ പങ്കെടുത്ത കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ സഞ്ചരിച്ച ക്ഷേത്രം റോഡിൽ ചെളിമണ്ണ് വാരിയിട്ടത് ചോദ്യം ചെയ്തതിനാണ് ആക്രമണമെന്നാണ് വിവരം. പ്രതി അരയിൽ ഒളിപ്പിച്ച കത്തിയെടുത്ത് കുത്താനുള്ള ശ്രമം ബാബു വെള്ളങ്ങൾ അതിസമർത്ഥമായി തടഞ്ഞതിനാൽ ഗുരുതര പരിക്കില്ലാതെ രക്ഷപ്പെടുകയായിരുന്നു. എങ്കിലും വയറിന് താഴെ നിസാര പരിക്കേറ്റ ബാബു വെള്ളങ്ങൾ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. മുക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഗ്രന്ഥശാല ദിനത്തോടനുബന്ധിച്ച് മുക്കം ഐഡിയൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഗ്രന്ഥശാല ദിനാചരണം നടത്തി. ലൈബ്രറി വൈസ് പ്രസിഡന്റ് സലാം കാരമൂല പതാക ഉയർത്തി. ബാലവേദി, വനിതാവേദി അംഗങ്ങൾ പങ്കെടുത്തു. ലൈബ്രറി സെക്രട്ടറി AM ജമീല ഗ്രന്ഥശാല ദിന പ്രഭാഷണം നടത്തി. റഷീദ് TP, രഞ്ജു, ഷിനു ഷിനി, ബിജു തീർത്ഥ, ആദിത്ത് എന്നിവർ സംസാരിച്ചു. പങ്കജവലി സ്വാഗതവും ബേനസീർ നന്ദിയും പറഞ്ഞു. റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ.